ദിവേഷ്, വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ ഒരു യൂത്ത് അലേർട്ട് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് റഹീം പറഞ്ഞത് കേരളം കണ്ട ഒരു ക്രിമിനലാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്രിമിനലാണ്, കൊടും വിഷമാണെന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ വടകരയിൽ പ്രചരണത്തിന്റെ കാലത്തുണ്ടായ ഒരു വർഗീയ വിഷം തീണ്ടൽ, അതിനെ മാറ്റാനല്ലേ ശ്രമിക്കേണ്ടത്? അതിന് ആക്കം കൂട്ടുന്നത് ശരിയാണോ? റഹീം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് BJPക്ക് ഭാവിയിൽ ഗുണകരമാവുന്ന രൂപത്തിലേക്കുള്ള ഒരു ക്യാമ്പയിനാണ് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. ബഹുമാനിയായ KK ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായതോടുകൂടി, ശൈലജ ടീച്ചർ കേരളത്തിലെ ഏത് മണ്ഡലത്തിലും മത്സരിച്ചു കഴിഞ്ഞാലും UDFനെ സംബന്ധിച്ചിടത്തോളം ഭീഷണി ഉണ്ട് എന്ന് തോന്നുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അത്തരമൊരു സ്ഥാനാർത്ഥി വടകരയിൽ വന്നതോടുകൂടി അങ്കലാപ്പിലായ നേതൃത്വമാണ് മുരളിയെ മാറ്റുകയും അവിടെ ഷാഫി പറമ്പിൽ നിശ്ചയിക്കുകയും ചെയ്ത്. ഇത് നേരത്തെ തന്നെ നിശ്ചയിച്ച ഒരു അജണ്ടയുടെ കൂടി ഭാഗമാണ്. കാരണം വടകര മണ്ഡലം ന്യൂനപക്ഷത്തിന് നല്ല തന്നെ നിർണായകമായ സ്വാധീനമുള്ളൊരു മണ്ഡലമായതുകൊണ്ട് തന്നെ ഒരു K മുരളീധരനെ മാറ്റി, KPCC പ്രസിഡന്റ് കൂടിയായിരുന്ന K മുരളീധരൻ ഒരു കരുത്തനായ നേതാവാണ്, അദ്ദേഹം മാറ്റിയാണ്. അതെ അതെ, അതിൽ ഇടപെടുന്നില്ല, പക്ഷേ വടകരയ്ക്ക് കൊണ്ടുവരുന്നു. ആ വടകര കൊണ്ടുവന്നു, ആ സീറ്റ് നേടി ഒരു ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരമൊരു പ്രചരണം നടത്തിയിട്ടുള്ളത്. ആ പ്രചരണം ആത്യന്തികമായി ഗുണം ചെയ്യാൻ പോകുന്നത് BJPക്കാണ്. ഈ വിശദീകരണ യോഗങ്ങളൊക്കെ നല്ലതാണ്, രാഷ്ട്രീയമായിട്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തണം. അത് LDF ചെയ്താലും UDF ചെയ്താലും വടകരയിലെ വർഗീയ പ്രചരണത്തിന്റെ മുറിവ് കൂടാൻ പോവുകയാണോ? ഇത് യഥാർത്ഥത്തിൽ വർഗീയതയ്ക്ക് ആക്കം കൂട്ടുമോ എന്നുള്ളതാണ്. ഇവിടെ CPM പറയുന്നത് ഇത് തുടങ്ങി വെച്ചത് UDF ആണ്. അപ്പോൾ അതുകൊണ്ട് ആ വർഗീയതയുടെ പ്രചരണത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണോ എന്നാണ്? ഒരിക്കലും അല്ല. അതിൻ്റെ കാരണം വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം അതിൻ്റെ ഒരു രണ്ടാം ഘട്ട പ്രചരണത്തിൽ തന്നെ ശൈലജ ടീച്ചറുടെ ഭാഗത്തുനിന്ന് തന്നെ വളരെ കൃത്യമായി ചില വർഗീയ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മതപരമായിട്ടുള്ള ഒരു മതഗ്രന്ഥത്തെ സംബന്ധിച്ച്, അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഖുറാനെ പോലുള്ള ഒരു മതഗ്രന്ഥത്തിലെ ആയത്തുകളും മറ്റു കാര്യങ്ങളും എടുത്ത് ചരിത്രപരമായിട്ട് അത് ജനസമക്ഷം വെക്കണമെങ്കിൽ പൂർണ്ണമായും അതിനെ സംബന്ധിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ. ആ ഒരു സന്ദർഭത്തിലാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു വർഗീയ ഷാഫിക്ക് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആണ് എന്ന രീതിയിലുള്ള ഒരു പ്രചരണം നടത്തിയത് UDF ആണോ അതല്ല LDF ആണോ? പറയാം. അപ്പോൾ ആ രീതിയിൽ തുടങ്ങി വെച്ച ആ ഒരു തുടക്കം ഈ വടകരയിൽ നിന്ന് റഹീമിൻ്റെ വരവോടുകൂടി റഹീം ഷാഫി ഒരു വർഗീയ വിഷം തന്നെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ച ഉണ്ടായത്. ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ്. അപ്പം അതോടുകൂടി വടകരയിൽ ഒരു വർഗീയ കലുഷിതമായ സാഹചര്യം ഉണ്ടാവുകയാണ്. ശരിക്കും റഹീമും CPM അങ്ങനെ ഒരു വർഗീയമായിട്ടുള്ളൊരു മൂവ്മെന്റിന് ആക്കം കൂട്ടുകയാണോ? ആക്കം കൂട്ടില്ല. മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇതിൽ സാറിന് തന്നെ അനുഭവമുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് തന്നെ മതി. അതായത് ശരിയായി ഒരിക്കലും CPMനെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് നോക്കൂ സാർ, അപ്പോഴും മറുഭാഗത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മറ്റു ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ടും LDFന്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടും ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനിൽ ചില അസത്യ പ്രചരണങ്ങൾ ഉണ്ടായി എന്നാണ് അവരും പറയുന്നത്. ഉദാഹരണത്തിന് ഷാഫി പറമ്പിലിന്റെ ചിത്രവും ഒസാമ ബിൻ ലാദന്റെ ചിത്രവും വെച്ചുകൊണ്ട് ചില പോസ്റ്റുകൾ ഇറങ്ങിയിരുന്നു. ആ പോസ്റ്റുകൾ ആരുടേതാണ്? മറുഭാഗത്ത് കാഫിർ എന്ന പ്രയോഗം ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ അത് ഇന്നലെ ഞങ്ങൾ എൻ്റെ ചോദ്യം തിളയ്ക്കുന്നു എന്ന പരിപാടിയിൽ തന്നെ മുഹമ്മദ് ഖാസിം പറഞ്ഞിട്ടുണ്ട്. ആ മുഹമ്മദ് ഖാസിം പറഞ്ഞത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യൂ അദ്ദേഹത്തിൻ്റെ പേരിലാണെങ്കിൽ. അപ്പോൾ ആ മുഹമ്മദ് ഖാസിമിൻ്റെതാണ് ID എന്ന് പോലീസിന് ഇതുവരെ നിശ്ചയമില്ല. പോലീസ് ഇപ്പോഴും മുഹമ്മദ് ഖാസിമിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് അനാവശ്യമായി അമിതമായി പ്രാധാന്യം നൽകുന്ന ഒരു വർഗീയ പ്രചരണമാണോ കണ്ടത്? വർഗീയ പ്രചരണത്തിന് കാരണങ്ങളുണ്ട്, UDFന്റെ ഭാഗത്ത് നിന്ന് കുറേ കാരണങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ചെന്നെത്തുന്നത് എല്ലാ വിഭാഗങ്ങളിലും ജനങ്ങൾ നല്ലവരായ കുറേ ആളുകളുണ്ട്. മതേതര മനസ്സ് എന്ന് ഞങ്ങൾക്കിപ്പം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് ബേപ്പൂർ മോഡൽ വടകര മോഡൽ വന്ന ആ സമയത്തുണ്ടായ അതേ മാറ്റം തന്നെ ഇവിടെ ശൈലജ ടീച്ചറുടെ ഒരു സാധ്യതയുണ്ട് എന്നാണ്. ഉണ്ടോ സാധ്യത? ആണോ? കോലിബിക്ക് സാധ്യതയില്ല ആണോ? അതായത് ഒരു താത്വിക അടിസ്ഥാനത്തിൽ ഒരു വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ കോൺഗ്രസിന്റെ BJPയുടെ?
കോൺഗ്രസിൻ്റെ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു വർഗീയത ഏറ്റവും കൂടുതൽ ആ പ്രചരണത്തിന് ശക്തി കൂടിയാണ്. സമാപനത്തിലേക്ക് എത്തുമ്പോൾ ശക്തി കൂടിയപ്പം തന്നെ അതിന് ഉത്തരവാദി ആരാണ് യഥാർത്ഥത്തിൽ? വടകരയിൽ വർഗീയ പ്രചരണം തുടങ്ങിയത് ആരാണ്? അതിന് ആദ്യം തുടക്കം കുറിച്ചത് ടി കെ ചന്ദ്രൻ പറഞ്ഞ മാതിരി CPM ആണ്. തുടക്കം കുറിച്ച് വ്യാജ വാർത്തകൾ പലപ്പോഴും സൈബർ കേന്ദ്രങ്ങളിൽ നിന്നും വന്നു. അതെ, സൈബർ കേന്ദ്രങ്ങളിൽ വന്നെങ്കിൽ പോലും പ്രാദേശികമായിട്ടുള്ള അണികളിലേക്ക് അതെത്തി. പിന്നെ അത് പ്രചരണം ശക്തമായി കഴിഞ്ഞു. അതാണ് അതിന് പിന്നെ ഉണ്ടായത്. ഒലിബി സഖ്യം ഉണ്ടായിരുന്ന ഘട്ടം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഈ കോട്ടൂർ പഞ്ചായത്ത് വടകര നിയോജകമണ്ഡലത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇവർക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഒരു കാര്യമുള്ളത്, ഒലിബി സഖ്യത്തിന് നേരത്തെ തന്നെ ഇവിടെ രത്നസിംഗ് മത്സരിച്ച സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പാടെ തകർന്നു പോയതാ. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ധ്രുവീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കാണ് നേട്ടം എന്ന് നാം ചിന്തിക്കണം. അത് UDF നേട്ടം. അതുകൊണ്ട് തന്നെയാണ് UDF ഈ ഒരു പ്രചരണം നടത്തിയത്. UDF നേതൃത്വമോ പ്രവർത്തകരോ അത്തരമൊരു പ്രചരണം നടത്തുമ്പോൾ സ്വാഭാവികമായി അവരുടെ തെരഞ്ഞെടുപ്പ് വിജയമാണെന്ന് കരുതാം. പക്ഷേ ഒരു മതേതര ചേരി ഇന്ത്യയിലും കേരളത്തിലും ശക്തിപ്പെട്ടു വരേണ്ട ഒരു കാലഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് BJPക്ക് ഗുണകരമാകുന്നൊരു നിലപാടിലേക്ക് പോവാതെ ബഹുമാന്യനായ UDF സ്ഥാനാർത്ഥി ഇതിനെ തള്ളിപ്പറയേണ്ടതായിരുന്നു. അത് തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഷാഫി ഇതിന്റെ നേട്ടം. പിന്നെ പിറ്റേന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അതിനു മുൻപ് ഓരോ ചാനലുകളോടും വ്യക്തിപരമായിട്ട് പറഞ്ഞു, കാഫിർ എന്ന പ്രയോഗമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഞങ്ങൾ അംഗീകരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് ശേഷം പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പെട്ടിയിലായി കഴിഞ്ഞു. ഇതിന്റെ നേട്ടം പെട്ടിയിലായി കഴിഞ്ഞതിന് ശേഷം ഇനി ആർക്കും നമുക്ക് പറയാം. പക്ഷേ ആ സമയത്ത് തന്നെ ഞാനൊരു മതേതര സ്ഥാനാർത്ഥിയാണ്, ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്, BJPക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യരുത്, അങ്ങനെ ഒരു വർഗീയ ചേരിതിരിവ് വടകര മണ്ഡലത്തിൽ ഇല്ല എന്ന് പറയാൻ ബാധ്യതപ്പെട്ട ഒന്നാമത്തെയാൾ ഇതിന്റെ നേട്ടം കിട്ടുമെന്ന് പൊതുസമൂഹം കാണുന്ന UDF സ്ഥാനാർത്ഥി. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കാഫിർ പ്രയോഗം വന്ന് 24 മണിക്കൂറിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ വേളയിലൊന്നും ഒരു പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടോ ഒന്നും ഷാഫി പറമ്പിൽ കാഫിർ എന്ന പ്രയോഗത്തിന്മേലുള്ള വോട്ടിന്റെ ആനുകൂല്യം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ല എന്നാണ് ഇടതുമുന്നണിയുടെ ആരോപണം. ശരിയല്ല. ഷാഫി ഒരു മതേതരവാദിയാണ്. ഒരു സംശയമില്ലാത്ത തർക്കമില്ലാത്ത കാര്യമാണ്. പാലക്കാട് നിന്നും അദ്ദേഹം വടകരയിലേക്ക് വരുന്നത് തന്നെ അവിടെ നമ്മൾ കണ്ടിരിക്കുന്ന വലിയ അംഗീകാരം ഒരു മതേതരത്വത്തിന്റെ അംഗീകാരമാണ്. പക്ഷേ ആ ഷാഫി ഇവിടെ വന്ന് ഈദ്ഗാഹ് വിത്ത് ഷാഫി എന്ന പേരിൽ വഖഫ് ബോർഡിന്റെ ഭൂമിയിൽ ഒരു പ്രചരണം നടത്തിയത് ശരിയായോ? വഖഫ് ബോർഡിന്റെ ഒരു പ്രദേശത്താണെന്നാണ് ഇന്നലെ ഒരു ഇടതുമുന്നണി പ്രവർത്തകൻ പറഞ്ഞത്. അവിടെ ഒരു കാഫിർ പ്രയോഗം അല്ല, കാഫിർ അല്ല, ഈദ്ഗാഹ് വിത്ത് ഷാഫി എന്നത് ഒരു പ്രത്യേക സമുദായത്തെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചരണമല്ലേ എന്നതാണ് ഇടതുമുന്നണി പ്രവർത്തകർ ചോദിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിഷേധിച്ചിട്ട് കാര്യമില്ല. ആ സമയത്ത് കൃത്യമായി നിഷേധിച്ചിരുന്നെങ്കിൽ കുറച്ച് മതേതര ഇത് ഇഷ്യൂ ആണ്. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഇനി എന്താണ്? ഇത് ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മുടെ മുമ്പിൽ ബിനു എന്നൊരു ചെറുപ്പക്കാരനുണ്ട്, അല്ലെ, നബീസുമ്മയുണ്ട്, എവിടെയാ, നാദാപുരത്ത്. അപ്പോൾ ഈ വ്യാജ പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും കാട്ടുതീ പോലെ പടരും. ഇപ്പം നിങ്ങളെപ്പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാക്കൾക്ക് അത് പരിഹരിക്കുന്നതിനുള്ള ഒരു സൊല്യൂഷൻ ഇല്ലേ മുന്നിൽ? വെവ്വേറെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപിക്കുന്നതിന് പകരം ആ സൊല്യൂഷന്റെ ഭാഗമാണ് റഹീം സംഘടിപ്പിച്ചിട്ടുള്ള റഹീം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വീണ്ടും വർഗീയ വിഷം ചീറ്റുന്നതാണ്. അല്ല, പറഞ്ഞ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പറയാതിരിക്കാൻ പറ്റില്ല. വർഗീയ വിഷം ചീറ്റുന്നയാളാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. അതെ, അങ്ങനെ വർഗീയ വിഷം ചീറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അത് തുറന്നു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും പറയേണ്ട കാര്യങ്ങളാണ്. ഇത് മതേതര ചിന്തകളെ കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഈ ബേപ്പൂർ മോഡലോ വടകര മോഡലോ വിജയിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് കണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മതേതര ചിന്ത നിലനിർത്തുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു സത്യം. ഓക്കെ.